തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ഫോർ സിറ്റിസൺ, സാധാരണക്കാർക്ക് വേണ്ടി നിയമസഹായം നൽകുന്ന ജസ്റ്റിസ് ഫോർ സിറ്റിസൺ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. റോബിൻ രാധാകൃഷ്ണന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് റോബിൻ രാധാകൃഷ്ണന്റെ വിഷയം. റോബിൻ രാധാകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആൾക്കാരെ വഞ്ചിച്ചിട്ടുണ്ടോ, ഇത് പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന വീഡിയോകളുടെ നിജസ്ഥിതി എന്തെന്നറിയാൻ വേണ്ടി തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരങ്ങളെല്ലാം പരിശോധിക്കപ്പെടാൻ വേണ്ടി പരാതിയുമായി എത്തിയിരിക്കുകയാണ് റോബിൻ. ഇതുമാത്രമല്ല, യാതൊരു തെളിവുകളും ഇല്ലാതെ ചില ആരെയോ പീഡിപ്പിച്ചു, ജി ഹോസ്പിറ്റലിൽ ആരെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരാണ് പീഡിപ്പിക്കപ്പെട്ടത്, ആരെയാണ് പീഡിപ്പിച്ചത്, റോബിൻ പീഡിപ്പിച്ചോ, അതിൻ്റെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പരാതി വല്ലതും വന്നിട്ടുണ്ടോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും സമൂഹത്തിന് അറിയണ്ട. സമൂഹത്തിന് ആകെ അറിയേണ്ടത് ഏതോ ഒരു വിവരമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരാൾ ഒരു യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് റോബിൻ പീഡിപ്പിച്ചു, റോബിൻ നേഴ്സിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഇത്തരത്തിൽ നവമാധ്യമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ അവരുടെ നിജസ്ഥിതി സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി നിലവിലെ നിയമപരമായ കാര്യങ്ങൾ മാത്രം, ഈ റോബിൻ മറ്റു രീതിയിലുള്ള ഒരു സംസാരത്തിനും താല്പര്യമില്ല ആരുമായിട്ട്, നിയമം അദ്ദേഹത്തിന് നൽകുന്ന പരിരക്ഷ എന്താണോ ആ പരിരക്ഷയിലൂടെ യാത്ര ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് വ്യക്തമാക്കി തെളിയിച്ചിരിക്കും.